എങ്കിലേ എന്നോട് പറ ഐ ലവ് യു. വിവാഹം തീരുമാനിച്ചത് മന്നാടിയാരാ. മൈഥിലിക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ അടുത്ത ശുഭമുഹൂർത്തത്തിൽ കാമാക്ഷിപുരം ക്ഷേത്രത്തിൽ വെച്ച് അവൾ നരസിംഹ മന്നാടിയാരുടെ ഭാര്യ. മഴയായിട്ട് ഇവിടെ കളിക്കാം. കമ്പെടുത്തിട്ടൊക്കെ രണ്ടെണ്ണം. ഓപ്പറേഷൻ ചെയ്യാൻ കത്തിയെടുക്കുമ്പോൾ സ്വന്തം ജീവൻ എന്നെ ഏൽപ്പിച്ചു മയങ്ങുന്ന രോഗികളുടെ മേൽ കൈപ്പിഴ ഉണ്ടാകാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, എന്റെ ഹനിയെ ഞാൻ കൊന്നിട്ടില്ല. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. മാറ്റം ചുരിക ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് കളവ് പറഞ്ഞവൻ ചന്തു. മടിയിൽ അംഗത്തളർച്ചൂടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ. എന്ന് വെച്ചാൽ ഏതൊന്നാണോ ആരോഗ്യത്തെ ഉണ്ടാക്കുന്നത് അതാണ് യുക്തമായ ഔഷധം. ഏതൊരുവനാണോ രോഗത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് അവനാണ് ഉത്തമ വൈദ്യൻ. കിഴക്കേ മുറിയുടെ ചവിട്ടിത്തിരുമും ആട്ടിൻ ചോരയുമാണ് എന്റെ ഔഷധം. അന്ന് നിന്റെ അറ്റുപോകുന്ന ആത്മവീര്യം വീണ്ടെടുക്കാൻ ഉണ്ണുന്ന ചോറിന് നന്ദി കാണിച്ചു പഠിച്ചിട്ടില്ലാത്ത ഈ എരപ്പക്കുടിച്ചികളുടെ മുദ്രാവാക്യം മതിയാവില്ല ജയകൃഷ്ണൻ. Nothing will suffice to salvage you. കേട്ടോടാ കേട്ടോടാ കള്ളം. പൊന്നമ്പിളിപ്പൊട്ടും തൊട്ട് മലർമഞ്ഞുമാലയിട്ട് നിലാവ് പോൽ മെല്ലെയന്നവൾ മുന്നിൽ വന്നപ്പോ. സായിപ്പ് ചവിട്ടിക്കയറാനുള്ളതല്ല ഇന്ത്യക്കാരന്റെ നട്ടല്. അടിമപ്പണി രാജഭക്തിയാണെന്ന് പറയുന്ന പ്രമാണിമാരോട് പറയൂ അവിടെ വന്ന് കുഞ്ഞിരിക്കാൻ. This is an atrocious act. An educated and cultured man like you should not do it. My power to prevent that. But it is within my power to refuse to live under these humiliating conditions. സിനിമ കണ്ടു തുടങ്ങുന്ന ഒരു കുട്ടിയെ പോലും പാരന്റ്സ് കാണിച്ചു കൊടുക്കുന്ന ആദ്യം മോഹൻലാൽ മമ്മൂട്ടിയുടെ പടങ്ങളാണ്. ആഫ്റ്റർ ദാറ്റ് അടുത്തതാരും എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. ബട്ട് അവർ 40-45 കൊല്ലമായിട്ട് ദേ ആർ റൂളിംഗ് ദ ഇൻഡസ്ട്രി. അതുകൊണ്ടാ വെച്ചാൽ ബോത്ത് ഐ ഹാവ് ദ ബുക്സ്. മലയാളികൾക്ക് പ്രിയപ്പെട്ടവർ മമ്മൂട്ടിയും മോഹൻലാലും, അതോടൊപ്പം പുതിയ തലമുറയിലെ നടന്മാരും. സിനിമാ വിശേഷങ്ങളിലേക്ക് പൊതുവിൽ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ കൂടുതൽ? പ്രത്യേകിച്ച് ആരുടെ ഫാനല്ല, പക്ഷേ നല്ല പടങ്ങൾ വരുമ്പോൾ കാണും, ആരുടെ കാര്യം കാണും. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയും, ഇല്ലെങ്കിൽ അങ്ങനെ പറയും. അല്ല, പൊതുവിലെ ഒരു 80കളിൽ ഇങ്ങോട്ട് മമ്മൂട്ടിയും മോഹൻലാലിൻ്റെയും ഒരു കാലഘട്ടമാണ്. ഇപ്പോഴും അവരുടെ താരസാന്നിധ്യം മലയാളികൾക്ക് അന്യം നിന്ന് പോയിട്ടില്ല. എന്താണ് അതിന് കാര്യം? അതിന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം അവർ സെലക്ട് ചെയ്യുന്ന പടങ്ങൾ അങ്ങനത്തതാണ്. രണ്ടാമത്തെ കാര്യം, ആ സമയത്ത് ജനിച്ചവർക്കും ഇതിനിടയ്ക്ക് ജനിച്ചവർക്കും ഇപ്പോൾ ജനിക്കുന്നവർക്കും ഇവർ രണ്ടുപേരും മാത്രമേ ഒരു എന്താ പറയുക സൂപ്പർ സ്റ്റാർസ് എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുള്ളൂ. വേറെ ശരിക്കും സൂപ്പർ സ്റ്റാറുകൾ എന്നുള്ള പദവിയും കഴിഞ്ഞല്ലേ നിൽക്കുന്നത്? അതെ, ശരിയാണ്. അതിനെക്കാട്ടി ഒരുപാട് മുകളിലാണ് അവരുടെ ഒരു മമ്മൂട്ടി മോഹൻലാലും. വേറെ നമുക്കിപ്പോൾ ന്യൂ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ ആരെയും നമുക്ക് ആ ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലോട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ദുൽഖറായാലും ശരി, പൃഥ്വിരാജ് നല്ലൊരു ഡയറക്ടറാണ്, നടനാണ്. പക്ഷേ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ അത്രയൊന്നും നമുക്ക് ആരെയും വിലയിരുത്താൻ കഴിയത്തില്ല. കുറേ പേരിങ്ങനെ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് കുറേ ആക്ടേഴ്സ് ഇങ്ങനെ വന്നുപോയി. പക്ഷെ ഇപ്പോഴും നിലനിൽക്കുന്നത് ഇവരാണ്. അതിനെന്താണ് കാരണം? അതാ ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ പണ്ട് മുതലേ ഉള്ള ആൾക്കാർക്ക് അവരുടെ മനസ്സിൽ കയറിപ്പോയി. ആൾക്കാരുടെ മനസ്സിൽ ഇവർ രണ്ടുപേരും ഉണ്ട്, പുതിയ തലമുറ ആയാലും. കാരണം ഇപ്പോൾ ഒരു സിനിമ കണ്ടു തുടങ്ങുന്ന ഒരു കുട്ടിയെ പോലും പാരൻസ് കാണിച്ചു കൊടുക്കുന്ന ആദ്യം മോഹൻലാൽ മമ്മൂട്ടിയുടെ പടങ്ങളാണ്. അപ്പോൾ അവർക്കും അത് ഇഷ്ടപ്പെട്ട് വരുന്നതുകൊണ്ട് ഇനി അടുത്ത ജനറേഷനിലും ഇവർ ഫീൽഡിലുണ്ടെങ്കിൽ ഇവരുടെ പടങ്ങളായിരിക്കും ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നുന്നു. ഈ മമ്മൂട്ടിയുടെ പുതിയ പടം ബ്രഹ്മയുഗം കണ്ടായിരുന്നോ? ഇല്ല, നാളെ പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് പൊതുവെ അഭിപ്രായം? ഒരു ഇല്ലൂഷൻ കൊള്ളാം.
ഒരു ഇല്യൂഷൻ പടമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു മമ്മൂട്ടിക്ക് ഒരു വെറൈറ്റി റോള്. മോഹൻലാലിന്റെ ഉണ്ടല്ലോ വാലിക്കോട്ടെ വാലിബൻ കണ്ടായിരുന്നു. എനിക്കിഷ്ടമായി. പൊതുവിൽ ഈ രണ്ട് സിനിമയും മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും രണ്ട് സിനിമ വിലയിരുത്തുമ്പോൾ ഏതാണ് ബെറ്റർ എന്ന് തോന്നുന്നു? ഞാൻ ബ്രഹ്മയുഗം കണ്ടിട്ടില്ല. ആസ് എ ഓസിലറിൽ മമ്മൂട്ടിയുടെ റോൾ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി മലയാളി ജനങ്ങൾക്ക് പറ്റുന്നത് ഓസിലറേ പറ്റത്തുള്ളൂ. നമ്മുടെ മലയക്കോട്ടിൽ വാലിബൻ എന്ന് പറയുമ്പോൾ ഒരു കറക്റ്റ് ഒരു മുത്തശ്ശി കഥ ഫ്ലോയിൽ പോകുന്നൊരു സിനിമയാണ്. അപ്പോൾ ഒരു മുത്തശ്ശി കഥ നമുക്ക് യങ്സ്റ്റേഴ്സിനും മീൻസ് സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ദൈവം എൻജോയ്. ബട്ട് ഓസിലർ എന്ന് പറയുമ്പോൾ പ്രോപ്പർ മലയാളം മസാല മിക്സാണ്. രണ്ട് ടൈപ്പാണ്. ആക്ച്വലി ഞാനൊരു സിനിമാ പ്രേമിയാണ്, അതുകൊണ്ട് എനിക്ക് അറിയാം രണ്ട് ടൈപ്പാണ്. രണ്ടും എൻജോയ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയക്കോട്ടിൽ വാലിബൻ ഓൾസോ ഗുഡ് മൂവി. എന്താ പറയുക, പ്രോപ്പറായിട്ട് നമ്മുടെ ഒരു മുത്തശ്ശി കഥ കൊണ്ടുപോകുന്നില്ലേ, ആ ഒരു ടൈപ്പ് ഇങ്ങനെ കൊണ്ടുപോകും. ഇരുത്തി കാണാം, പക്ഷെ കുറച്ച് ലാഗുണ്ട്. കറക്റ്റ് LJP പടം. പൊതുവിൽ രണ്ടുപേരുടെയും വിലയിരുത്തുമ്പോൾ ആരാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് പറയാൻ കഴിയും? അയ്യോ, ആസ് എ മോഹൻലാൽ ഫാനാണ് ഞാൻ. എന്തായാലും ഞാൻ ലാലേട്ടനോട് പറയാൻ പറ്റത്തില്ല, ലാലേട്ടൻ തന്നെയാണ്. മറ്റൊരു കുണുക്ക് ചോദ്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരു 80കളുടെ കാലം മുതൽ താഴോട്ട് വന്ന് നോക്കുമ്പോൾ ഈ കാലം വരെ അറ്റ് പ്രസൻറ്റ് 2024 മമ്മൂട്ടി മോഹൻലാൽ എന്നുള്ള ആ ഒരു സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. അതെ. എന്താണ് അതിന് കാരണം ദ ബിഗ് ഗെയിംസ് എപ്പോഴും പറയാറുള്ള മാതിരി തന്നെയാണ്, ദ ബിഗ് ഗെയിംസ് ഇൻ മലയാളം ഇൻഡസ്ട്രി. ആഫ്റ്റർ ദാറ്റ് അടുത്തതാരും എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. ബട്ട് അവർ 40-45 കൊല്ലമായിട്ട് ദേ ആർ റൂളിങ് ദ ഇൻഡസ്ട്രി റൈറ്റ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബോത്ത് ഐ ഹാവ് ദ ബോത്ത് സ്റ്റൈൽ. മോഹൻലാലാണെങ്കിൽ മസാല മിക്സിന് മോഹൻലാലുണ്ട്. 80s 90s കാലങ്ങളിൽ അടിപൊളിയായിരുന്നു. മറ്റേ രാവണപ്രഭു, മറ്റേ നരസിംഹം, ദേവാസുരം, മസാല മിക്സ്. മമ്മൂട്ടി ആ ടൈം ആകുമ്പോൾ ഒരു ഫാമിലി ഓറിയൻറ്റഡ് പടം, നമ്മുടെ ഇതൊക്കെ ഇല്ലേ വലിയേട്ടൻ, ആ ഒരു ടൈപ്പൊക്കെ വരുമ്പോൾ മമ്മൂട്ടിക്ക് ആൻസർ സ്റ്റൈൽ ചേരുമായിരുന്നു. ഇപ്പോൾ അത് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആസ് എ ഏജ് വെച്ച് നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി ഈസ് വെരി മോർ മച്ച് എൽഡർ. ബട്ട് ദെയർ കുറച്ച് ഏജ് അവരെ മാറ്റാണ്ട് അവരുടെ ഒരു എന്താ പറയുക സ്റ്റൈൽ യൂണിക്നെസ് മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരാണ് രണ്ടുപേരും. ഈ കാലഘട്ടത്തിലും ന്യൂ ജനറേഷനും ഇഷ്ടപ്പെട്ട രണ്ട് താരങ്ങളാണ് മമ്മൂട്ടി മോഹൻലാൽ. അതെന്താണ് അതിന് കാരണം? മെയിനായിട്ട് അവർ പഴയ സിനിമകൾ തന്നെ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവരുടെ സ്റ്റൈൽ. മമ്മൂട്ടി ഇപ്പോൾ കണ്ടാൽ പറയുമോ 74 years. ചേട്ടൻ എത്ര വയസ്സായി? മമ്മൂട്ടി എങ്ങനെയുണ്ട്? ദാറ്റ്സ് ദ മെയിൻ റീസൺ. അല്ല, പുതിയ കുറേ യങ്ങേഴ്സായിട്ടുള്ള ആക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്, പക്ഷേ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. പക്ഷേ ഇപ്പോഴും ഫിലിം ഇൻഡസ്ട്രിയിൽ മമ്മൂട്ടി മോഹൻലാൽ എന്നുള്ള ആ ഒരു എന്താ പറയുക ഒരു സാന്നിധ്യം അത് എന്തോ ഒരു വിലയിരുത്തലാണ്. മനസ്സിലായില്ല. അല്ല, ഇവരുടെ ഈ ഒരു സാന്നിധ്യം എന്തുകൊണ്ട് എങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞമാതിരി തന്നെയാണ്, പുതു ആൾക്കാരെല്ലാവരും വന്നു പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇവരാണെങ്കിൽ സ്റ്റേബിളായിട്ടൊരു നീറ്റായിട്ട് നിന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ മോഹൻലാലിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ലൂസിഫറിന് ശേഷമുള്ള 1-2 പടങ്ങൾ ഒഴികെ അല്ല 1-2 പടങ്ങൾ മാത്രമേ ഹിറ്റായിട്ടുള്ളൂ. ഈവൻ മമ്മൂട്ടിയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയ 2022 ഒട്ടുമിക്ക എല്ലാം ഹിറ്റാണ്. അതിനുശേഷം ഇപ്പോൾ ഈ ഹിറ്റ് ആവുന്നതിൻ്റെ കാരണം ദെയർ ഓൾസോ മീൻസ് അവർ ലെജൻസ് എന്നുള്ള കാറ്റഗറി ആയതുകൊണ്ടാണ്. അതെ, ലെജൻസ്. யாரும் இல்லை, பொதுவாக மூவி பார்க்கும். ஸ்பெஷலாக அப்படி யாரும் இல்லை. மலையாளம் மூவி பார்க்கறோம். பார்த்துருக்கேன். ரீசெண்டாக ஹாஸ்டலில் அவங்க கூட போய் தூங்கிட்டு வந்தேன். மூவி தியேட்டரில் போய் கொஞ்சம் பார்த்தேன், ரிமைனிங் தூங்கிட்டு வந்தேன். யா ആ തൂങ്ങി കുറച്ച് പാത്ത്. മാറ്റങ്ങൾ ഇപ്പം എന്തായാലും സ്വാഭാവികമായിട്ടും മലയാള സിനിമ കുറച്ചും കൂടി ഒരു ലെവലിലേക്ക് വരുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി പറയുകയാണെങ്കിൽ ആ പഴയ ഒരു ശൈലി ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്നൊരു മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ക്രിയേറ്റീവായ പുതിയ സംഭവങ്ങൾ വരുന്നുണ്ട്. നമ്മളെ ഇപ്പോൾ ഹൊററിലായിക്കോട്ടെ, നമ്മൾ പണ്ടത്തെ ഹൊറർ എങ്ങനെയായിരുന്നു, വെള്ള സാരി എടുത്ത് പാട്ടും പാടി ഇങ്ങനെ വരും. അതിൽ നിന്ന് മാറി കുറച്ചൊരു ക്രിയേറ്റീവ് തോട്ട്സ് ഒക്കെ വരുന്നുണ്ട്. അത് ശരിക്കും അഭിലഷണീയമാണോ അതോ പഴയ കാലഘട്ടത്തിലോട്ട് തിരിച്ചു പോകണമെന്നുള്ള അഭിപ്രായമല്ലോ? ഇല്ല, ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റ് ട്രെൻഡിനനുസരിച്ച് നീങ്ങണമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ പഴയ ഇതിൽ നിൽക്കുകയാണെങ്കിൽ ഓഡിയൻസിനും ഒരു മുഷിപ്പായില്ലേ, കാരണം അവർ കണ്ട തീം തന്നെയാണ് അല്ലെങ്കിൽ കണ്ട കഥകൾ തന്നെയാണ്. പുതിയത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ഇഷ്ടപ്പെടുകയും ചെയ്യും, ആൾക്കാർ വരികയും ചെയ്യുമല്ലോ. മുതുമുത്തശ്ശി മുതൽ LKG കുട്ടികൾ വരെ പ്രിയപ്പെട്ടവരെന്ന് പറയുന്നത് മമ്മൂട്ടിയും മോഹൻലാലും. എന്നാൽ മറ്റുള്ളവരെയും ഇഷ്ടമാണ്. അഭിപ്രായങ്ങൾക്ക് നന്ദി. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.